ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞാൻ വെക്കേഷനായിട്ട് എൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ടിക്കാ ചെല്ലാൻ വന്നിട്ട് എക്കാൻ്റെ കുടിക്ക് വന്നിട്ട് അപ്പോൾ അവിടെ പോയപ്പോൾ വല്യമ്മയും മട എനിക്കത് എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ എക്കാൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒത്തുചേർന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. എത്താതെ അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വല്യമ്മാനെ എല്ലാവരും കാണിച്ചു തരാം. ഹായ് പറഞ്ഞാതെ ഇതാരിക്കുന്ന ഫ്രണ്ട്സ് കണ്ടോ? ആസിമോൾ ഇരിക്കുന്നത് ചോറായിക്കാരിക്കത്, ഉണ്ണിമോൾ അത് അവിടെ ഇരിക്കണം, ഉമ്മക്ക് അവിടെ ഉണ്ട് കേട്ടോ. എത്താതെ അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വല്യമ്മാനെ എല്ലാവരും കാണിച്ചു തരാം. ഹായ് പറഞ്ഞാതെ ഇതാട്ട വല്യമ്മ അസ്സലാമലൈക്കും പറയും. വല്യമ്മ ചോറൊക്കെ വെച്ചിട്ടോ, ചോറ് വെച്ചിട്ടൊക്കെ കുട്ടികളൊപ്പം വല്യമ്മ ചോറൊക്കെ കഴിഞ്ഞു. ഇരിക്കണം കേട്ടോ. ഈ എങ്ങോട്ട് നോക്കിയേ ചോറ്, മോരിക്കറി, ബീഫ് വരട്ടിയത് കേട്ടോ, പപ്പടം പൊരിച്ചത്, അച്ചാറ്. അവരൊക്കെ ചോറൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കേക്ക് മുറിക്കുന്നുണ്ട്. കേക്ക് മുറിച്ചിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിതാ കേക്ക് മുറിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ വെച്ചാൽ എല്ലാവരും ഉള്ള സമയത്ത് അന്നത്തെ ദിവസം അവൾക്ക് ബർത്ത്ഡേ ആയി. അപ്പോൾ കേക്ക് മുറിക്കുക പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടോ. വലിയമ്മ എല്ലാവരും വന്ന ദിവസമല്ലേ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നല്ല വോയിസോറോട് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഭയങ്കര ബഹളമായിരുന്നു ആ സമയത്ത്. അത് കാരണം കേട്ടോ ഞാൻ അത് മ്യൂട്ടാക്കി വെച്ചിട്ട് വോയിസോറ് കൊടുക്കണേ. അങ്ങനെ അവൾ കേക്ക് മുറിക്കുന്നുണ്ട്. അപ്പോൾ റഫീഖിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കേട്ടോ വിളിച്ചിട്ട്, ഉണ്ണിമോളെ അറിയണ്ട, എന്താ വെച്ചാൽ കേക്ക് വാങ്ങിയിട്ട് എന്താ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുവാന്നിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അടിപൊളിയാക്കിയിട്ടോ. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ വല്യമ്മ എല്ലാവരും ഉള്ള ദിവസമായിട്ട് അങ്ങനെ ഒരു ഇത് വന്നപ്പോഴേ ഒന്ന് കൂടി സന്തോഷമായി. വെച്ചാൽ നമ്മളെ കൂടിയത്തവർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അത് വല്യമ്മ ഉണ്ട്, ഈയുണ്ട്, രണ്ട് അനിയത്തിമാരുണ്ട്, എല്ലാവരും ഉള്ളപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേക്ക്, അനിയത്തിയുടെ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ മുറിച്ച് അങ്ങനെ കൊടുത്തു. നമുക്ക് ഇങ്ങനെയൊക്കെ ദിവസം എല്ലാവരും ഉള്ള സമയത്താണ് നമ്മളെ എന്താണ് ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരിക പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാക്കല്ലേ. എന്താ വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ ബർത്ത്ഡേ. അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും വർത്താനം പറയും ഇരിക്കുമ്പോൾ ഇതാണ് കേട്ടോ. പെട്ടെന്ന് സച്ചി പാപ്പൻ്റെ കയ്യിൽ ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടോ. അവർക്ക് നല്ല സന്തോഷമായി. എന്താ വെച്ചാൽ അവർക്ക് വിചാരിക്കാത്ത കാര്യമില്ലേ നടക്കണത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ചുരിദാറാട്ടോ എടുത്തത്. അപ്പം അത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഡ്രസ്സൊന്നും മാറ്റിയിട്ട് എങ്ങനെ നോക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ അത് മാറ്റിയിട്ട് അതിൽ നിൽക്കുക കേട്ടോ. ഉണ്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഡ്രസ്സ് ഇല്ലാത്ത കളർ നോക്കിയിട്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് വല്യമ്മയും ആസിമോളൊക്കെ പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെ കൊണ്ടാക്കാൻ വേണ്ടി ചെറുതിട്ട് വരെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പോവുക കേട്ടോ. അതാണ് അപ്പം ഞാൻ വോയിസ് ഓവർ ഇങ്ങനെ കൊടുത്തിട്ട് വരികയാണ്. കണ്ടെത്താതെ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും പോണ്. അസിമോളെ കൊണ്ട് നോക്ക്, അസിമോളെ നോക്ക്. അപ്പോൾ എല്ലാവരും കൂടി പോവുക കേട്ടോ. നമുക്ക് എത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ വല്യമ്മൊക്കെ പോയിട്ടോ. രാത്രിയായി. അപ്പം ഇന്ന് വിഷു കൂടി ആയിരുന്നു കേട്ടോ. വിഷുവിൻ്റെ അന്നാണ് ഉള്ള ബർത്ത്ഡേ. അങ്ങനെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് പടക്കവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കത്തിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടോ കുട്ടികളെ വിഷു ആഘോഷം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടൊന്ന് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബായ്.
ഓലമാല കുണ്ടിമാല ഓലോടെ